കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൈവവചനം ധ്യാനിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രേരണ നൽകിയത് ആ ഗലാത്യ ലേഖനം വായിച്ചതിലൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിൻ്റെ ആകത്തുക എന്നുള്ളത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആണ്. വലിയ ഒരു ലേഖനം പരമ്പരയാണ് ഈ ഗലാത്യ ലേഖനം എന്നുള്ളത്. ഗലാത്യ ലേഖനം ഇന്ന് അധികം ആരും പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ചില വാക്യങ്ങളെടുത്ത് പറഞ്ഞു പോവുമെങ്കിലും ഗലാത്യ ലേഖനത്തിൻ്റെ ആഴം എത്ര വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അടിമ നുകത്തിലേക്ക് ജനത്തെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന സാത്താൻ്റെ ഘോരമായ പ്രവൃത്തി പൗലോസ് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഗലാത്യ ലേഖനം ദൈവാത്മപ്രേരിതമായി എഴുതുന്നത്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാ. അവിടെ ആരെങ്കിലും ശുദ്രം ചെയ്തോ? ആരും ശുദ്രം ചെയ്തില്ല. എന്താ ഈ ശുദ്രപ്രയോഗം? യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ ന്യായപ്രമാണത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് സഭയെ വലിച്ചുകൊണ്ടു പോകുന്ന ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും അതിശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയത്ത് പൗലോസ് ആത്മപ്രേരിതനായി ആ വലിച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തികളെ ഗലാത്യ ലേഖനത്തിലൂടെ ശക്തമായി എതിർത്ത്, അല്ലെങ്കിൽ ആ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നവരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് അവരെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഹരമായ ലേഖനമാണ് ഗലാത്യ ലേഖനം. അത് വായിച്ച് പഠിച്ച് പ്രസംഗിക്കുന്ന ഒരു ഭൂമിയിൽ വളരെ കുറവാണ്. വളരെ ചുരുക്കം വലിച്ചേരേ ഉള്ളൂ. കാരണം അടിമനുഖത്തിൽ കിടക്കുക നല്ലൊരു ശതമാനവും. കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആരോടാ പറഞ്ഞ്? യഹൂദന്മാരോട്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പം നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുക? നിങ്ങൾ അടിമനുഖത്തിൽ കിടക്കുക, ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുക. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. മോശയിക പ്രമാണത്തിൽ നിൽക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരായി, സ്വതന്ത്രന്മാരായി. യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിക്കുമ്പോഴാണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇന്ന് സഭ മോശയുടെ പ്രമാണത്തിൽ അടിമനുഖത്തിൽ കിടക്കുകയാണ്. സങ്കീർത്തന വായനയും പാട്ടും പാടും പ്രാർത്ഥനയും, പിന്നെ അതുപോലെ ഈ ന്യായപ്രമാണത്തിലെ പഠിപ്പിക്കലുകളും. ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് സംസാരിക്കുന്നു. ആരാ ന്യായപ്രമാണത്തിന് കീഴുള്ളവര്? യഹൂദന്മാരാ, യഹൂദജാതിയാ. സ്തോത്രം. ന്യായപ്രമാണം യോഹന്നാൻ സ്നാപകൻ വരെ ഉണ്ടായുള്ളൂ. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോടാണ്. റോമർ 6:6 നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്. ന്യായപ്രമാണം യഹൂദ ജാതിക്ക് വേണ്ടി കൊടുത്തതാണ്. നാം തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഗലാത്യർ 6:2 നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരാ, മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല.
ഈ പഴയ നിയമത്തിലെ പഠിപ്പിക്കൽ മുഴുവൻ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിലേക്കുള്ള പഠിപ്പിക്കലുകളാണ്. പതിവായി പഴയ നിയമം പഠിക്കുന്നവരും അവർ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിലും അവർ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചും അവർ സാത്താൻ്റെ അടിമനുഖത്തിലുമാണ് കിടക്കുന്നതെന്ന് ഇനിയെങ്കിലും ജനം മനസ്സിലാക്കണം, ശുശ്രൂഷ വൃന്ദങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രശംസ ക്രൂശിലാണ്. ഹല്ലേലൂയ. ക്രൂശിൽ എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാകുന്നത്? ദൈവപുത്രനായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. ഇനി എനിക്ക് ആ കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ ആ ക്രൂശിക്കപ്പെട്ടതിൻ്റെ സാധ്യത എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം. സ്തോത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനുള്ളത് പ്രശംസ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രശംസ. നമ്മുടെ പ്രശംസ ക്രൂശിലായിരിക്കണം. നമ്മൾ കത്തോലിക്കരോ മർത്തോമക്കാരോ യാക്കോബക്കാരോ ക്രിസ്ത്യാനികളോ ഏതെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരോ ആയിരുന്നാലും നമ്മൾ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രശംസ പിന്നെ കർത്താവിലാണ്. കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ വിടുവിച്ചു, പാപപ്രമാണത്തിൽ നിന്നും പാപജീവിതത്തിൽ നിന്നും പിശാചിൻ്റെ അടിമനുഖത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ ആ കർത്താവിൽ പ്രശംസിക്കുക. ഇവിടെ പൗലോസ് ഗലാത്യ ലേഖനം അവസാനം അധ്യായത്തിൽ 6:14 ആ വാക്യം പറയുന്നത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അല്ലേ? പലരും പലതിലും പ്രശംസിക്കുക. ഫിലിപ്പി ലേഖനം നമ്മൾ വായിച്ച് പഠിച്ചു വരുമ്പോൾ പൗലൂസിനെ കുറിച്ച് പൗലൂസ് എന്ന് പറയുന്ന ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. പക്ഷേ എനിക്കോ ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം 3 വായിക്കാം. ഞാൻ ശ്രദ്ധിക്കൂ. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എൻ്റെ പ്രശംസ ക്രിസ്തുയേശുവിലാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എൻ്റെ പ്രശംസ ക്രിസ്തുവിലാണ്. എനിക്ക് നിങ്ങളെക്കാൾ ഉപരി പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രാഹിം ജനിച്ച ഇബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, സുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണ നീതി സംബന്ധിച്ച് അനിന്യൻ. ഇത്രയും കാര്യങ്ങൾ പ്രശംസിക്കാനുണ്ട് പൗലോസ്. അതാ ഇവിടെ പറയുന്നതാണ്. പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം. ന്യായപ്രമാണം ജഡീക നിയമം, ന്യായപ്രമാണം ജഡീക ശുദ്ധി വരുത്തുന്നു. ഹല്ലേലൂയ. ഇത് നിഴലായ ഒരു പ്രമാണമാണ്. പുതിയ നിയമം പൊരുളാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യം നന്നായിട്ട്. എന്നാൽ നമ്മൾ പലരും ഈ ന്യായപ്രമാണത്തിന്റെ അടിമരൂപത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായൊരു ചിത്രം. ഹല്ലേലൂയ. സ്തോത്രം. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാൻ തോന്നി എനിക്ക് ഏറ്റവും അധികം. പക്ഷെ പൗലോസ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പ്രശംസ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ആ മനോഹരമായ വാക്യം. ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നു, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ക്രിസ്തുവേശുവിലാണ് നമ്മുടെ പ്രശംസ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത ക്രിസ്തു. അതാ പൗലോസ് പറഞ്ഞത്, എനിക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനായിട്ട് പറയുന്നത്. ആ ക്രൂശ് ഭരണത്തിലൂടെ എനിക്ക് കർത്താവിൽ പ്രശംസിക്കാനിടയാകുന്നു. എൻ്റെ പ്രശംസ കർത്താവിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മനുഷ്യൻ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ച് അവരുടെ വിദ്യാഭ്യാസം MDV ചെയ്ത് BTH ചെയ്ത് ഡോക്ടറേറ്റ് എടുത്ത് റവറൻ്റ് പട്ടങ്ങളൊക്കെ വാങ്ങി വലിയ വലിയ ഹയർ സ്റ്റഡി നടത്തി മുമ്പോട്ട് പോകുന്ന വലിയൊരു ക്രൈസ്തവ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ പ്രശംസ ക്രൂശിലല്ല, അവർ നേടിയെടുക്കുന്ന ഡിഗ്രികളില, അവരുടെ സ്ഥാനമാനങ്ങളില. ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുക, സെക്രട്ടറി ആയിരിക്കുക, ഖജാൻജി ആയിരിക്കുക, കൗൺസിൽ അംഗങ്ങളായിരിക്കുക, ഇതൊക്കെ വലിയ പ്രശംസയായിട്ടാണ് കരുതുന്നത്. പൗലൂസിന് അങ്ങനെയാണെങ്കിൽ എന്തോരം പ്രശംസിപ്പാൻ വകയുണ്ടെന്നാണ് പൗലൂസ് പറയുന്നത്. അതാണ് ആ 5-ാം വാക്യത്തിൽ പറയുന്നത്. 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുക്രാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനിന്യൻ, ആരും തന്നെ നിന്ദിക്കില്ല, അതുപോലെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവനാ. അതിൽ പ്രശംസിക്കാൻ വകയുണ്ടായിരുന്ന പൗലൂസ് ക്രിസ്തു നിമിത്തം അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയെന്നാണ് താഴെ വായിക്കുന്നത്. എങ്കിൽ ക്രിസ്തു നിമിത്തം സകലതും എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലവും ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു, എണ്ണുന്നു. മനസ്സിലായി? പൗലൂസിന്റെ വിദ്യാഭ്യാസവും ധനവും തൻ്റെ ഉയർച്ചകളെല്ലാം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു? താൻ താഴെയിട്ടു. എനിക്കിനി ക്രിസ്തുവിൽ പ്രശംസിച്ചാൽ മതി. യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം എനിക്ക് കിട്ടി, കർത്താവ് എന്നെ രക്ഷിച്ചു, എൻ്റെ പ്രശംസ കർത്താവിലാണ്. എത്ര പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് ഇന്ന് കാലം ഹൃദയത്തിൽ ഏറ്റെടുക്കും. നമ്മൾ ചില കുടുംബ പേരിൽ പ്രശംസിക്കുന്നവരാണ്. എനിക്കറിയാം, ഒത്തിരി പേരറിയാം. ചൗണിക്കാമണ്ണിൽ എന്നായിരുന്നു ഞങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ കുടുംബ പേര്, ചൗണിക്കാമണ്ണിൽ. മല്ലപ്പള്ളി ചൗണിക്കാമണ്ണിൽ പാസ്റ്റർ ഡാഷ് 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 എന്ന് പറയുന്ന പ്രശംസയാണ്. വലിയ കുടുംബമാണ്. താൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 10-10,000 ആൾക്കാർ ആ ബന്ധത്തിൽ റാക്കറ്റ് കിടപ്പുണ്ട്. വലിയ വലിയ കോടീശ്വരന്മാർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ. ഒരു വീട്ടിലെ 3-4 പേരുണ്ട്, അവരെല്ലാവരും ജോലിക്കാരാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് മാസം അവരുടെ കുടുംബത്തിൽ വരുമാനമായിട്ട് വരുന്നത്. അവരെല്ലാം പ്രശംസിക്കുന്ന ഭൗതികത്തിലാണ്. അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാംശം പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ പ്രശംസ ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങളിലായിരിക്കും, അവരുടെ വിദ്യാഭ്യാസത്തിലായിരിക്കും, അവരുടെ സൗന്ദര്യത്തിലായിരിക്കും, അവരുടെ സമ്പത്തിലായിരിക്കും, അവരുടെ ജോലിയിലായിരിക്കും, അവരുടെ എല്ലാ പ്രശംസയും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. ആ പൗലൂസിന്റെ വ്യൂയിലേക്ക് നമ്മൾ വരണം. അതിനാണ് ഞാൻ ഇന്ന് രാത്രി മെസ്സേജ് പറയുന്നത്. നാം കർത്താവിൽ പ്രത്യാശ വെച്ചാൽ മാത്രമേ നമ്മുടെ പഠിത്തത്തിലും നമ്മുടെ ധനത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ 4 ചക്കാറൊക്കെ വരുമാനമുള്ള സമ്പത്തിലൊന്നും നമ്മൾ പ്രശംസിക്കാതിരിക്കത്തുള്ളൂ. ആ പൗലൂസിന്റെ കാഴ്ചപ്പാട് ഒപ്പിയെടുക്കണം. അതിനാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രശംസ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയുള്ള സാധ്യതമായ രക്ഷയിലായിരിക്കണം. പിശാചിന്റെ കടിയേറ്റ് കിടന്ന നാം, നല്ല ശമരിയക്കാരനായ യേശുക്രിസ്തു വന്ന് നമ്മളെ രക്ഷിച്ച് സത്രത്തിലാക്കി ആവശ്യമുള്ള ചെലവിന് കൊടുത്തിട്ട് പോയി. അധികം ചെലവായിട്ടുണ്ടെങ്കിൽ തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോയി. ആ പോയ കർത്താവ് വരും.
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് വരുമ്പോൾ നമ്മൾ ഏതവസ്ഥയിലായിരിക്കണം? ക്രൂശിൽ പ്രശംസിക്കുന്നവരായിരിക്കണം. പൗലോസിന്റെ ഒരു പ്രയോഗം റോമർ 5:3 ഞാൻ വായിച്ച് ഞെട്ടിപ്പോയി, ഞെട്ടിത്തരിച്ചിരിക്കുക. എനിക്ക് ആ വാക്യം എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല. 3, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവമക്കളെ, ആ വാക്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം! നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ പ്രബോധിപ്പിക്കുകയും അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന വാക്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിൻ്റെ വ്യാപ്തി എത്ര വലുതാണെന്ന്, അതിൻ്റെ ആശയ ഗാംഭീര്യം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കഷ്ടതയെ ശാസിച്ച് കോടിക്കണക്കിന് രൂപയുടെ വീട് സമ്പാദിച്ച്, ധനം സമ്പാദിച്ച്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിട്ട് അതിൻ്റെ ടാക്സും കൊടുത്ത് ജീവിക്കുന്ന ഭക്തന്മാരെ എനിക്കറിയാം. തട്ടുപൊളിപ്പൻ പ്രസംഗം ചെയ്യുന്നവരാണ്. ഗവൺമെന്റിന് ടാക്സ് കൊടുത്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഈ രണ്ട് ആത്മീയ ഗോളത്തിലെ രണ്ട് വലിയ മനുഷ്യരെന്ന് ഞാൻ അവരെ കുറിച്ച് പറയുന്നില്ല. പക്ക കൾട്ടാണ്, പക്ക ദുർപദേഷ്ടകന്മാരാണ്. കൂത്തും ചീറ്റും കൊരയും ചിരിയും ചർദലും എന്ന് വേണ്ട ഇല്ലാത്ത ഏടാകൂടങ്ങൾ മുഴുവൻ അവരുടെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളവരെ ആ നിലയിലാണ് കാണുന്നത്. കള്ളപ്രവാചകന്മാരും ദുർപദേഷ്ടകന്മാരും. അവർ പ്രശംസിക്കുക, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു, ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത്രത്തോളം ഉണ്ട്, അവർ പ്രശംസിക്കുന്നു. ഈ പ്രശംസ അവിടെ നിന്ന് വരുന്നു, ജഡത്തിൽ നിന്ന് വരുന്നു. ഇത് സാധാന്യമാണ്. കർത്താവ് ടാക്സ് കൊടുത്തത്ര എങ്ങനെയാ? ഞാൻ ഒരു പല സഹോദരന്മാരോട് സംസാരിച്ചു. കാശില്ല. 10 ദിവസം കൊണ്ട് ഒരു മീൻ പിടിക്കാൻ പറഞ്ഞു. മീനിൻ്റെ വായിൽ ഒരു നാണയമുണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് കൊടുത്ത് കരം സ്വത്രം. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കി. അന്നത്തിന് വകയില്ലായിരുന്നവരെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും ഭാരപ്പെട്ട് മുമ്പോട്ട് പോയവർ നാഴിക വരെ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും ഉണ്മാനില്ല, ഉടുപ്പാനില്ല, കുടിക്കാനില്ല, കിടക്കാനില്ല, ആ സ്ഥലത്തിൽ അവർ കിടക്കുക. 1 കൊരിന്ത്യർ 4:9, 11, 12, 13, 4 വാക്യങ്ങൾ മസ്റ്റ് ദൈവമക്കൾ വായിച്ച് പഠിച്ചിരിക്കണം. പറ്റിയ അതൊരു ഫ്ലക്സ് അടിച്ച് ഇവിടെ തൂക്കിയിട്ടാലും കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവരുടെ പ്രശംസ കർത്താവിലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് എന്തെങ്കിലും അവരെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കർത്താവിൽ പ്രതി ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പൗലോസിനൊന്നും പറയാനില്ല, കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾക്കൊന്നും പറയാനില്ല. അവർ കർത്താവിൽ പ്രശംസിക്കുന്നു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത ഒരു പ്രശംസയായിട്ട് എടുക്കുന്നു. കഷ്ടതയെ ശാസിച്ച് പത്സിച്ച് കോടികൾ സമ്പാദിച്ച് വീടുണ്ടാക്കി, തോട്ടങ്ങളുണ്ടാക്കി, പറ. കഷ്ടത വരുമ്പോൾ ശാസിക്കുക, കുത്തിയിരുന്ന് ശാസിക്കുക. കഷ്ടത അങ്ങ് പോയി, മറ്റോ കൊണ്ട് കൊടുത്തു സമൃദ്ധി. എൻ്റെ വീട് നമസ്കരിച്ച് എല്ലാം നിനക്ക് തരാം, ഇതെല്ലാം എൻ്റെതാണ്. പലരും കുമ്പിട്ട് വാങ്ങി കോടികൾ. ആത്മീയ ഗോളത്തിലില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രസംഗവും പാട്ടും ബഹളങ്ങളെല്ലാം കിടപ്പുണ്ട്, പക്ഷെ അവർ ആത്മീയ ഗോളത്തിലില്ല. ദൈവത്തിൻ്റെ ലിസ്റ്റിൽ അവരിലില്ല. സ്വർഗത്തിൽ അവരുടെ പേരില്ല. കാരണം അവരുടെ ജീവിതം ക്രൂശിൻ്റെ ശത്രുക്കളായി അവർ തീർന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ പ്രശംസിക്കാൻ കഴിയാതെ അവർ ആയിപ്പോയി. അതുകൊണ്ടൊരു ക്രൂശിൻ്റെ ശത്രുക്കളായി. എനിമി ഓഫ് ക്രൈസ്റ്റ്. ക്രൂശിൻ്റെ ശത്രുക്കളായി അവർ തീർന്നു. അവരുടെ പ്രശംസ പലതിലുമാണ്. പൗലോസ് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഒരു കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശ ലഭ്യമായി തീരുന്ന, പ്രത്യാശ ഊരിത്തിരിഞ്ഞു വരുന്ന ഒരനുഭവമാണ് കഷ്ടത. അതുകൊണ്ട് ആ കഷ്ടതയിലൂടെയും ഞങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞു വരുവാനിടയായല്ലോ കർത്താവേ, കർത്താവിൻ്റെ രാജ്യത്ത് ചെല്ലാനിടയായല്ലോ കർത്താവേ. കഷ്ടത യേശുവൊക്കെ ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച്
ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ കഷ്ടത ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി എന്ന് പത്രോസ് പറയുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ മാതൃക വെച്ചു പോയിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കർത്താവേ എന്ന് പറഞ്ഞ് അവർ പാടി സന്തോഷിക്കുമ്പോൾ, മറുവശത്ത് കഷ്ടതയെ ശാസിച്ചകറ്റി സമൃദ്ധി വാങ്ങിക്കൂട്ടി നിത്യമായ നാശത്തിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹം. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം, ഇതെൻ്റേതാകുന്നു. ഹല്ലേലൂയ. സാത്താനെ കുമ്പിട്ട് ഭൗതികം വാങ്ങി ഭക്ഷിക്കുന്ന സുഖിയന്മാരുടെ ഒരു വലിയ സംഘമായി ഇന്നത്തെ വിശ്വാസഗോളം മാറിക്കഴിഞ്ഞു സഹോദരങ്ങളെ. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചില വാക്യങ്ങളിലൂടെ ഈ വിഷയം ഒന്നുകൂടി തെളിയിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. പൗലോസിന്റെ പ്രശംസ ഒരു യഹൂദനായിരുന്ന, ഒരു റബ്ബി ആയിരുന്ന, ഒരു പരീശനായിരുന്ന, ഒരു ശാസ്ത്രിയായിരുന്ന, ഒരു വലിയ ധനാഢ്യൻ്റെ മകനായി ജനിച്ച് ഒരു വലിയ ജ്ഞാനിയായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു. ക്രൂശ് മരണത്തിലൂടെ ലഭ്യമായ ആ ദൈവരാജ്യം, സ്വർഗരാജ്യം, അതിൽ ഞാൻ പ്രശംസിക്കുന്നു. നമ്മുടെ പ്രശംസ എന്തിലാണ്? വിദ്യാഭ്യാസമുള്ള കൊച്ചുങ്ങളുണ്ടായിരിക്കാം. പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി 5-6 ശമ്പളമുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കണ്ടേക്കാം, നല്ലതാണ്. സ്ഥലങ്ങളും തോട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, നല്ലതാണ്. എന്നാൽ ഇതിലൊന്നും അപ്പോസ്തലൻ പ്രശംസിച്ചില്ല. കഷ്ടത എനിക്ക് സഹിഷ്ണുത തരുന്നു, സഹിഷ്ണുത എനിക്ക് സിദ്ധത തരുന്നു, സിദ്ധത എനിക്ക് പ്രത്യാശ തരുന്നു. അതുകൊണ്ട് ആ പ്രത്യാശ തരുന്നത് കൊണ്ട് ആ കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുക. എൻ്റെ ജീവിതത്തിൽ കഷ്ടമേറി വരുമ്പോൾ പ്രത്യാശ ഏറി വരുന്നു. കർത്താവിൻ്റെ വരവിൽ പോകാനുള്ള പ്രത്യാശ കഷ്ടതകളിലൂടെ പോകുമ്പോഴാണ് ലഭിക്കുന്നത് എന്നാണ് പൗലോസ് പറഞ്ഞത്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. അതുകൊണ്ടാണ് ആ കഷ്ടതകളിൽ പ്രശംസിച്ചത്. അതുകൊണ്ടാണ് ഇന്നും കഷ്ടതകളിൽ പ്രശംസിക്കുന്നത്. ഭക്തന്മാരിന്ന് മറന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ ഒരു ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനത്തിൽ പ്രശംസിക്കുക. കാരണം ഈ ലോകത്തിലെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. അപ്പോൾ നീ ദൈവത്തിൽ ഒരു പോഷനായി തീരണം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നീ ജ്ഞാനിയായിരുന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ഇന്നത്തെ മനുഷ്യന്, ആധുനിക മനുഷ്യന് ബലം എന്താ? അവൻ്റെ ഭൗതികമാ, അവൻ്റെ അറിവാ, അവൻ്റെ കഴിവാ, അവൻ്റെ പ്രാപ്തിയാ. അതിലവൻ പ്രശംസിക്കുക. അന്നത്തിന് വകയില്ലായിരുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയുന്ന പാസ്റ്റർമാർ അവരുടെ കൊടും ദാരിദ്ര്യത്തിൽ അവർ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചു. അവരുടെ ദാരിദ്ര്യം അവരെ വിട്ടുപോയി. അവർ സമ്പന്നതയിലേക്കായി. അവർ ഭൗതികത്തിൻ്റെ മടിത്തട്ടിൽ കിടക്കാൻ തുടങ്ങി. താറാവിൻ്റെ പുറകെ നടന്നൊരു പാസ്റ്റർ 16,000 കോടി രൂപയുടെ ആസ്തിയുള്ളവനായി തീർന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ മരിച്ചു പോകാത്തത് ഭാഗ്യം. കാരണം ഒരു സിനി ഫീൽഡിലുള്ള സെലിബ്രിറ്റിയെക്കാളും ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയെക്കാളും ഏത് നിലയിൽ ലോകത്തിൻ്റെ ഭൗതികമായ ഉന്നത ശൃംഖങ്ങളിൽ വിരഹിക്കുന്ന ഒരു സെലിബ്രിറ്റിയെക്കാളും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം,
നമുക്കാണ് പ്രശംസിപ്പാൻ വകയുള്ളത്. കാരണം ധനത്തിൽ പ്രശംസിക്കരുതെന്നാണ് പറയുന്നത്, സ്ഥാനമാനങ്ങളിൽ പ്രശംസിക്കരുത്, അറിവിൽ പ്രശംസിക്കരുത്. ജ്ഞാനി ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ ധനത്തിലും പ്രശംസിക്കരുത്. 3 കൂട്ടം കാര്യങ്ങളാ എടുത്ത് ഇന്നത്തെ ആത്മീയ കോളത്തിലുള്ളവരും ഈ 3 കൂട്ടം കാര്യങ്ങളിൽ അവർ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അറിവ് കിട്ടിയാൽ അതിലങ്ങ് പ്രശംസിക്കുക, ധനം കിട്ടിയാൽ അതിലങ്ങ് പ്രശംസിക്കുക. ജ്ഞാനത്തിലും ബലത്തിലും ധനത്തിലും ഇന്നത്തെ ക്രൈസ്തവ കോളം പ്രശംസിച്ചുകൊണ്ടിരിക്കുക. നോ, ക്രൂശിൽ പ്രശംസിക്കാൻ എനിക്ക് നിനക്ക് കഴിയണം. ഞാനൊരു ചെറിയ മെസ്സേജ് ആട്ടെ ഇത് പറയുന്നുള്ളൂ. കുടുംബ പാരമ്പര്യമായി നമ്മൾക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടാകാം, വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ച് കോടിക്കണക്കിന് സ്വത്ത് നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. പലരെയും നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പ്രശംസ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലായിരിക്കണം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ല പ്രശംസിപ്പാൻ ഇടപെടുന്നത്. നമ്മുടെ മക്കൾക്ക് ജോലി ഉണ്ടാകാം, വിദ്യാഭ്യാസം ഉണ്ടാകാം, കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാകാം. ഈ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആത്മീയ സന്തോഷം നഷ്ടപ്പെടുകയാണ്. ഭൗതിക സമ്പത്തിൻ്റെ ആ സന്തോഷ തിമിർപ്പാണ്, അതിൽ ആത്മീക സന്തോഷമില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. നിങ്ങൾ വേദപുസ്തകം അരച്ചു കലക്കി കുടിച്ചെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ജ്ഞാനത്തിൽ, സ്വന്തം ജ്ഞാനത്തിൽ വേരൂന്നരുത്. ബലത്തിൽ പ്രശംസിക്കരുത്. പൊളിറ്റിക് ലീഡേഴ്സ്, റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, രാഷ്ട്രീയ ബന്ധമുള്ളവർ, ബന്ധക്കോസുകാരെ എനിക്കറിയാം, അവർ ആ പൊളിറ്റിക്സിൽ പ്രശംസിക്കുക. അതാണ് അവരുടെ ബലം, അതാണ് അവരുടെ ശക്തി. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, പിന്നെ ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇന്ന് ധനാഢ്യനായി കാണും, നാളെ ഒരു എന്താ പറയുക, ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരാം. കഷ്ടതകളെ മാറ്റാൻ വേണ്ടി പ്രവാചകന്മാരുടെ അടുക്കൽ പോയി ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ കഷ്ടത മാറ്റാൻ നീ പ്രവാചകന്റെ അടുക്കൽ പോണ്ട, മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ കഷ്ടത ദൈവം മാറ്റും. അല്ലെങ്കിൽ ആ കഷ്ടതയുടെ നടുവിലൂടെ നിനക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജം, എനർജി കർത്താവ് നൽകി തരും. യെസ്, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. സ്തോത്രം. സോളമനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ദാവീദിൻ്റെ മകനായ സോളമൻ, അവൻ്റെ ജീവിതം ലോകമനുഷ്യൻ പറയും, ജഡീകന്മാരായ ആത്മീയരെന്ന് അഭിമാനിക്കുന്നവർ പറയും ഭാഗ്യവാൻ. കാരണം അവൻ എന്തുണ്ട്? ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ധനമുണ്ട്, ദേവാലയം പണിതു, യെരുശലേമിൽ പുതുക്കി പണിതു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവം അവന് കൊടുത്ത ജ്ഞാനം ഗ്രഹിക്കാൻ വേണ്ടി അയൽവാസികളായ നാട്ടുരാജാക്കന്മാരും സേവാരാജ്ഞിയൊക്കെ വന്ന ചരിത്രം പുസ്തകം നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം സോളമൻ അങ്ങ് പ്രശംസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ദാവീദ് പറഞ്ഞു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. സോളമൻ അങ്ങനെയല്ല, വലിയ ധനാഢ്യനായി ധനത്തിലങ്ങ് പ്രശംസിച്ചു. യിരെമ്യാവ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവൻ പ്രശംസിച്ചു. ഞാനിതിൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, സോളമൻ ജ്ഞാനത്തിൽ പ്രശംസിച്ചു. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, സോളമൻ തൻ്റെ ബലത്തിൽ പ്രശംസിച്ചു. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, സോളമൻ തൻ്റെ പ്രതാപത്തിൽ പ്രശംസിച്ചു. ഹല്ലേലൂയ. അവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ രക്ഷയുടെ സന്തോഷത്തിൽ അവൻ പ്രശംസിച്ചില്ല. അവന് ദൈവം കൊടുത്ത ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. ദാവീദിൻ്റെ മകനായ ശലോമന് ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. അത് ജ്ഞാനം കൊണ്ടും
ധനം കൊണ്ടും പിന്നെ ബലം കൊണ്ടും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. വിഗ്രഹാരാധിയായ ഭാര്യയുടെ സേവിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുവാൻ സോളമൻ പോയി. അവൻ്റെ ചീട്ട് ദൈവം കീറി കയ്യിൽ കൊടുത്തു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുക. നമ്മുടെ പ്രശംസ എവിടെയാണ്? മക്കൾ പഠിച്ച് നല്ല വരുമാനമുള്ളവരുണ്ട്. മരുമക്കളും മക്കളും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ നല്ല ഹൈ പൊസിഷനിൽ ഇരിപ്പുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നോക്കിയ പ്രസ്താവന എത്ര ബലകരമായ ശക്തമായ പ്രസ്താവനയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിന് മുമ്പുള്ള ഭാഗം കൂടി വേണമെങ്കിൽ ഞാനങ്ങ് വായിക്കാം. 1 തെസ്സലോനി 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചു നിൽക്കുകയും ചെയ്യുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷ വരെ ജീവനോട് ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് കർത്താവിൻ്റെ വനത്താൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നത് നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ, ഇതായിരിക്കട്ടെ നമ്മുടെ പ്രശംസ. നമ്മുടെ പ്രശംസ കർത്താവിലായിരിക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ധനമോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ ലോകത്തുള്ള ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളുടെ തിമിർപ്പൊന്നുമല്ല നമ്മുടെ പ്രശംസ. എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്, 10 ചക്രം കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ സമ്പത്ത് യേശുവല്ല, നമ്മൾ വാരി കൂട്ടിയ ഭൗതികമായിരിക്കും നമ്മുടെ സമ്പത്ത്. അതാ മനുഷ്യൻ്റെ അവസ്ഥ, അവൻ്റെ ഗതികെട്ട അവസ്ഥ അതാ. ഏതെങ്കിലും ചില നന്മകൾ അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് പ്രശംസിച്ചുകൊള്ളുക, അതിലാണ് പ്രശംസ. ഹല്ലേലൂയ. ഒരു സാധാരണ ഓർഡിനറി ജോലിയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ സേവിച്ച് നിത്യതയിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഭാഷ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവർ നമ്മുടെ കൺമുമ്പിൽ കിടക്കട്ടെ, അവർ നമ്മുടെ പ്രമാണം അനുസരിക്കട്ടെ, അവർ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ അവരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഉത്സാഹിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് വലിയ ധനാഢ്യരായി ലോകത്തിൽ അവർക്ക് പ്രശംസിക്കാൻ പലതും കണ്ടേക്കാം. പക്ഷേ ക്രൂശിൽ പ്രശംസിക്കുന്ന പൗലൂസിനെ പോലെ എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് വേറൊരു സബ്ജക്റ്റ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് വേറൊരു സമയം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ പ്രശംസ ആരിലാണ്? കർത്താവിലാണോ പ്രശംസിക്കുന്നത്? ക്രൂശിലാണോ പ്രശംസിക്കുന്നത്? കർത്താവ് തന്ന ഉപദേശ സത്യങ്ങളിലാണോ നമ്മൾ പ്രശംസിക്കുന്നത്? അതോ ലോകത്തിൻ്റെ ചപ്പിലും ചവറിലുമാണോ? ദൈവമക്കൾ വിലയിരുത്തുക. കർത്താവ് വന്ന് സഭയെടുക്കാൻ നേരമായി, കാഹളം ധ്വനിക്കാൻ നേരമായി. ഹല്ലേലൂയ. കർത്താവിൽ പ്രശംസിക്കുന്നവരാണോ? കർത്താവിൽ പ്രത്യാശയുള്ളവരാണോ നമ്മൾ? ഹല്ലേലൂയ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനോട് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കർത്താവാണ് തൻ്റെ പ്രശംസ.
ആത്മീയ അനുഭവങ്ങളിലാണ് അവർ പ്രശംസിക്കുന്നത്. വിശ്വാസത്തിൻ്റെ സമ്പന്നതയിലാണ് പ്രശംസിക്കുന്നത്. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നതയാണ് അവർ പ്രശംസിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഗാർബേജിലല്ല ദൈവമക്കളെ. നന്നായിട്ട് ഓർത്തോണം. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ അംശയായി തീർന്നു എന്നുള്ള കോൺഫിഡൻസ് നിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നീ കർത്താവിൽ പ്രശംസിക്കണം. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഒരു ചെറിയ സന്ദേശമായിട്ട് ഞാനിതാ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. നമുക്ക് കർത്താവിൽ പ്രശംസിക്കുന്നവരാകാം. കർത്താവ് തന്ന വിശ്വാസവും പ്രത്യാശയും ആത്മീയ അനുഭവങ്ങളിൽ പ്രശംസിക്കുന്നവരാകാം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൽ പ്രശംസിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിപ്പാൻ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.